പറയാതെ പോയ പ്രണയമുണ്ടോ? എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഏതാ പറ. പറയാതെ പോയ പ്രണയം അല്ല, പറയാൻ വേണ്ടിയൊന്നും ഇല്ല. ഉണ്ട്, പറയാതെ പോയ പ്രണയം ഉണ്ട്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അത് പറയാൻ വേണ്ടിയൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്കായാലും ഞാൻ മാത്രമല്ല അവരെല്ലാവരും പറയാതെ പോയ പ്രണയം കാണുമല്ലോ. അതേ ഉള്ളു. എന്നെ പിടിച്ച് ഞാൻ പെട്ടു. കല്യാണം കഴിച്ച് നേരത്തെ ആയി പോയെന്ന് തോന്നുന്നുണ്ടോ? ധൈര്യമുള്ളവനാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ അതിനകത്തൊന്ന് കമന്റ് ബോക്സിൽ ആ തെറി വിളിച്ചിട്ട് അവൻ എവിടെ ഉള്ളവനായാലും അവൻ ഞങ്ങളുടെ വീട്ടിൽ വരട്ടെ, വന്നിട്ട് വെല്ലുവിളിയാ. അതിലേതെങ്കിലും മറക്കാൻ പറ്റാത്തൊരു ഇത് പറയാൻ പറഞ്ഞ? കല്യാണത്തിന് മുമ്പാണെങ്കിൽ മറക്കാൻ പറ്റാതെ നമ്മള് പാറയിൽ പോയി ഞങ്ങൾ ഞങ്ങൾ പാറയിൽ പോയത്. പോലീസൊക്കെ പിടിച്ചത്. അതിന് നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അത് ഞാൻ പറഞ്ഞിട്ട് അല്ല, അതിന് മുമ്പ് പോയത് ഞാൻ രണ്ടാമത്തെ പോയപ്പോഴേ പിടിച്ചത്. ഒന്നും മറക്കാൻ പറ്റാത്ത. ആദ്യം പോയത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അച്ഛൻ പറഞ്ഞ കൊച്ചിനെ കൊണ്ട് രാത്രി എവിടെ പോകുന്നു ഭയങ്കരമായിട്ടുണ്ട്, ഇവരുടെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. അച്ഛൻ കൊച്ചിനെ കൊണ്ട് രാത്രി പോകണ്ട, അങ്ങനെ എങ്ങനെ പോകുന്നു. അച്ഛന് പേടി രാത്രി എന്നെ കൊണ്ടൊക്കെ പോകുന്നത്. കുഞ്ഞിക്കാൽ കാണുന്ന ആഗ്രഹമുണ്ടോ? കുഞ്ഞിക്കാല് അല്ല, ഇപ്പോഴൊന്നും ഇല്ല, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട്. അത് പറഞ്ഞാല് ഇല്ല ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. ഞങ്ങള് സംസാരിച്ചു പോലും അതിനെ പറ്റി. എപ്പോഴെങ്കിലും തോന്നും. അപ്പം വേണ്ട വേണ്ട. അത്രേ ഉള്ളൂ. അതെന്താ ആഗ്രഹം ഇല്ലാത്ത? നടക്കാത്ത കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു. ഞാൻ കണ്ണി കണ്ണില്ല വാശി പിടിക്കും. റീസൺ എന്താ അങ്ങനെ ഉണ്ടാക്കാൻ? ഒരു കാര്യമില്ല, എന്ത് ചെയ്താലും പ്രശ്നം. ഞാൻ ഇടയ്ക്ക് എന്റെ പേര് ഇവനെ അറിയത് വിളിച്ചു പൊന്നുവീന്ന്. കഴിഞ്ഞ ദിവസം കൂടെ വിളിച്ചുള്ളു. അപ്പൊ ഇവന് തിരിച്ച് ചോട്ടുവെന്ന് വിളിച്ചു. നമ്മളൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. ഐ ഹാവ് നെവർ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ അതിന് വേണ്ട രീതിയിൽ ഈ പ്ലക്കാർഡ് പൊക്കി കാണിക്കുക. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ചോദിക്കട്ടെ. പറയാതെ പോയ പ്രണയമുണ്ടോ? ഉണ്ടെങ്കിൽ ഐ ഹാവ്, ഇല്ലെങ്കിൽ നെവർ. ഏതാ പറ. പറയാതെ പോയ പ്രണയം അല്ല, പറയാൻ വേണ്ടിയൊന്നും ഇല്ല. ഉണ്ട്, പറയാതെ പോയ പ്രണയം ഉണ്ട്. അതെന്ത് പറ. പൂജയ്ക്ക് അറിയാവുന്നതാണോ? എനിക്ക് അല്ല, അവക്കറിയത്തില്ല. എനിക്ക് അറിയത്തില്ല. അല്ല, പറയാം, നമുക്കുണ്ടല്ലോ. അങ്ങനെ പേര് പറയാനൊന്നും ഇല്ല. ഉണ്ടായിട്ടുണ്ട്, പറയാതെ പോയ പ്രണയം ഉണ്ടായിട്ടുണ്ട്. കൊറേ ഒന്നും ഇല്ല. എന്നെ പിന്നെ അങ്ങനെ എന്ത് ഇല്ല, ഉണ്ടായിട്ടുണ്ട്. അത്രേ ഉള്ളു, ഉണ്ടായിട്ടുണ്ട്. അത്രേ ഉള്ളു. പറയാനും വേണ്ടി ഒന്നും ഉണ്ടായിട്ടുണ്ട്. പറയാതെ പോയ പ്രണയം ഉണ്ടായിട്ടുണ്ട്. പൂജയെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇവളൊക്കെ വരുന്നതിന് മുമ്പ്. എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നിന്നോട് പറഞ്ഞിട്ടില്ല. അത് പറയാൻ വേണ്ടി ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്കായാലും ഇവർക്കായാലും പറയാതെ പോയ പ്രണയം കാണുമല്ലോ. അതേ ഉള്ളു. എന്നെ പിടിച്ച് അല്ല, ഞാൻ പറഞ്ഞ എല്ലാവർക്കും കാണുമല്ലോ. കല്യാണം കഴിച്ച് നേരത്തെ ആയി പോയെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ. ഏതെങ്കിലും കമന്റ് കണ്ടിട്ട് ആ കമന്റ് പോലെ ഒന്ന് പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ടോ? അത് ഏത് കമന്റ് എന്ന് പറയാൻ പറ്റുമോ? ഇൻസ്റ്റയില് കമന്റ്, ഇൻസ്റ്റയില് വോയിസ് ഇട്ടവൻ. അവന് വേണമെങ്കിൽ വീട്ടിലോട്ട് വരാൻ പറ, അല്ലെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ വരാൻ പറ. എനിക്കൊന്ന് നേരിട്ട് കാണുന്നുണ്ട്, അത്രേ ഉള്ളു. വേറെ നമ്മൾ നേരിട്ട് സംസാരിക്കാം. അവനെ പൊട്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉണ്ട്. വേറെ ഏതെങ്കിലും കമന്റ്സ് കണ്ടിട്ട്? ഇല്ല, വേറെ കമന്റ്സ് ഒന്നും അത്ര. അവന് ഡയറക്റ്റ് മെസ്സേജ് ഇട്ടതാ. വന്ന് പറയണം, അല്ലാതെ ഞങ്ങളുടെ അക്കൗണ്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ട്. അവൻ ധൈര്യമുള്ളവനാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ അതിനകത്തൊന്ന് കമന്റ് ബോക്സിൽ ആ തെറി വിളിച്ചിട്ട് അത് വിളിക്കാതെ അവൻ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് വന്നിട്ട്, അപ്പൊ അവൻ എവിടെ ഉള്ളവനായാലും അവൻ ഞങ്ങളുടെ വീട്ടിൽ വരട്ടെ, വന്നിട്ട് വെല്ലുവിളിയാ. അവനത് മനസ്സിലായി കാണും. എനിക്ക് ഒരു ഹായ് ഇട്ട് ഓടി അയച്ചു. ഞാൻ കേൾക്കാൻ വേണ്ടി മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഇല്ലാത്ത ഏതോ ഒരുത്തനാ ഇട്ടേക്കുന്നത്. അല്ല, അവന് ഒരു ഹൈലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്നത്. എന്നിട്ട് അവൻ ഒരുമാതിരി പല വർത്താനം പറഞ്ഞു. അപ്പം നേരിട്ട് അത്രേ ഉള്ളു. നീ എന്തെങ്കിലും റിപ്ലൈ കൊടുത്താ? ഞാൻ ഒന്നും കൊടുത്തില്ല. അവൻ അതി പിടിച്ചു. പിന്നെ വേറെ അത്ര അത് നമ്മളങ്ങ് വിട്ടു, അത്രേ ഉള്ളു. ഫേക്ക് ഐഡി ഒന്നും അല്ല, ഫേക്ക് ഐഡി ഒന്നുമല്ല. അവന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അവന്റെ ഫോട്ടോയും ഗേൾ ഫ്രണ്ട് ആയിട്ട് ഇരിക്കുന്ന ഇതൊക്കെ ഉണ്ട്. അവനെ കണ്ടു, അവൻ അത്ര ഇതുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കാം, അത്രേ ഉള്ളൂ.
അല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തിരിച്ച് കമന്റ് ഇട്ടാലേ, അല്ലെങ്കിൽ അവന് റെസ്പോണ്ട് ചെയ്താലേ അവൻ അറിയത്തുള്ളൂ. നമുക്ക് അറിയത്തില്ലല്ലോ ഇനിയിപ്പൊ നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ട് അതിന് വല്ല ഇതങ്ങനെ വീഡിയോ അങ്ങനെ ക്ലിപ്പ് അങ്ങനെ ഇറക്കിയാലോ. നമ്മള് നോർമലായിട്ട് എന്തായാലും ഇങ്ങോട്ട് ഇങ്ങനെ ഒരു കമന്റ് വന്നോണ്ടല്ലേ നമുക്ക് അങ്ങോട്ട് റിയാക്ട് ചെയ്യേണ്ടി വന്നത്. പിന്നെ അതൊരു പ്രശ്നമായിട്ട് പിന്നെ അങ്ങ് പോകത്തില്ലേ, പിന്നെ അതിന്റെ പുറകെ പിന്നെ അങ്ങ് നടക്കേണ്ടി വരത്തില്ലേ. വെറുതെ നമ്മളെ നോക്കിയില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ആ കമന്റ് ചെയ്ത വ്യക്തിനെ നിങ്ങൾ എങ്ങാനും ഡയറക്റ്റ് ആയി കാണാണ്, അപ്പൊ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? അവനെ ഞാൻ ശരിക്കും കാണാതിരിക്കോ, അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്ന അത് അപ്പോഴത്തെ ഒരു ഇത് വെച്ച് എന്തായാലും ഒരു പൊട്ടീന് കൊടുക്കും. വീട്ടിലറിയാതെ കറങ്ങാൻ പോയിട്ടുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണോ? കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കഥ മാറി. അല്ല, വീട്ടില് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും രാത്രിയൊക്കെ വീട്ടിൽ പറയാതെ എങ്ങാനും പോയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഓക്കെ, കല്യാണത്തിന് മുമ്പും പോയിട്ടുണ്ട്. ഓക്കെ, അതിലേതെങ്കിലും മറക്കാൻ പറ്റാത്തൊരു ഇത് പറയാൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പേ ആണെങ്കിൽ? കല്യാണത്തിന് മുമ്പാണെങ്കിൽ മറക്കാൻ പറ്റാ നമ്മള് പാറയിൽ പോയത് പോലീസൊക്കെ പിടിച്ചായിരുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞിട്ട് അതിന് മുമ്പ് പോയത് ഞാൻ രണ്ടാമത്തെ പോയപ്പോഴേ പിടിച്ചത്. മറക്കാൻ പറ്റാത്ത ആദ്യം പോയത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എന്നാലും പിടിച്ചില്ലല്ലോ, അതേവൻ പിടിച്ചു. പിന്നെ നമ്മളിപ്പോഴാ കല്യാണം കഴിഞ്ഞ പാറയിൽ പോയി പോലീസ് പിടിച്ച്. അല്ല, ഞങ്ങളിപ്പോ ഇവള് സ്കൂളിൽ നിന്ന് മിസ്സിംഗ് ആയത് അറിഞ്ഞല്ലോ, ആ കഥ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അങ്ങനെ പിടിച്ചത് അത് മറക്കാൻ പറ്റത്തില്ല. അത് മറക്കാൻ പറ്റത്തില്ല. ഇനി കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലോ? കല്യാണം കഴിഞ്ഞിട്ട് രാത്രി പുറത്തു പോലെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അച്ഛൻ അല്ല, ഇവളെ കൊണ്ട് പുറത്തൊന്നും പോലെ ഇവൻ പോയിക്കോട്ടെ എന്നെയും കൊണ്ട് പോലെന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി. പക്ഷെ ഞങ്ങള് ചുമ്മാ പോവാറുണ്ട്. അച്ഛറിയാതെ പോവാറുണ്ട്. എന്നിട്ട് അറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങള് വണ്ടി എടുക്കുമ്പോ അറിയാലോ, ഞാൻ വണ്ടി ഓഫ് ചെയ്ത് തള്ളിക്കൊണ്ട് തിരിച്ചിറങ്ങി വരുമ്പോ അറിയാം എന്തായാലും കാണാതിരിക്കുമ്പോ അറിയാൻ പോകുന്നു. ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അങ്ങനെ? ഇല്ല, എന്റെ കൂടെ അതല്ല, പോലെന്ന് പറഞ്ഞതല്ലേ? ഇല്ലില്ല, അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. പിന്നെ അവരൊന്നും പറയാതിരിക്കാൻ അവര് കാണാതെ അങ്ങ് പോവാ, അതേ ഉള്ളൂ. അതിലിപ്പോ മറക്കാൻ പറ്റാത്ത ഏതായിരിക്കും ഞാൻ ചോദിക്കുകയാണെങ്കിൽ? ഒരു ദിവസം നമ്മള് ഡ്രസ് എടുക്കാൻ പോവാൻ നേരത്ത്, അന്ന് ഒരു 7 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു രാത്രി ഇത് എവിടെ വ്ലോഗ് ഇട്ടതാണോ? അല്ലല്ല, അതിന് മുമ്പ് എനിക്ക് ഡ്രസ് എടുക്കാൻ പോയി. അച്ഛൻ പറഞ്ഞു കൊച്ചിനെയും കൊണ്ട് രാത്രി എവിടെ പോകുന്നു, ഭയങ്കരമായിട്ടുണ്ട് ഇവനോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. അച്ഛൻ കൊച്ചിനെ കൊണ്ട് രാത്രി പോകണ്ട, അങ്ങനെ ഇങ്ങനെ പോകുന്നു. അച്ഛന് പേടിയാ രാത്രി എന്നെയും കൊണ്ടൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ അന്ന് രാത്രി ഇങ്ങനെ എനിക്കൊന്നും വയ്യായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവനോട് പറഞ്ഞു എനിക്ക് ഈ 7 വേണമെന്ന് പറഞ്ഞു, രാത്രി 2 മണിക്ക്. അപ്പൊ രാത്രി 2 മണിക്ക് അപ്പൊ എനിക്ക് വയ്യാതെ ഇങ്ങനെ എണ്ണിച്ചിരിക്കുവോ, ഞാൻ കിടന്നുറങ്ങുവോ, എന്നിട്ട് 7 ചോദിക്കുന്നേ 7 വേണമെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞ രാത്രിയില്ല. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് 7 വേണം, വാങ്ങിത്തരാൻ പറ്റുമെന്ന് വാങ്ങിത്തരാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ഇതൊക്കെ കഥ പറഞ്ഞു പുറത്തിറങ്ങി വണ്ടി ഉരുട്ടിക്കൊണ്ട് മേലെ റോഡിൽ പോയി. എന്നിട്ട് ഞങ്ങള് അവിടെ സ്റ്റാർട്ട് ചെയ്തോണ്ട് പോയി. 2 സ്റ്റാൻഡിൽ പോയി. സ്റ്റാൻഡിൽ മാത്രമല്ല, കടയുള്ള സ്റ്റാൻഡിലല്ലേ. അപ്പൊ അവിടെ ചെന്നിട്ട് 7 വാങ്ങി തിരിച്ചു വന്നു. അതാണ് മറക്കാൻ പറ്റാത്തത്. സ്റ്റാൻഡിലൊക്കെ പോയില്ലേ, അതൊക്കെ രാത്രി. അമൽ, പൂജ, നിങ്ങള് പരസ്പരം അറിയാത്ത രഹസ്യങ്ങളുണ്ട്? പരസ്പരം അറിയാത്ത രഹസ്യങ്ങളുണ്ട്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത രഹസ്യങ്ങളുണ്ട്? ഓക്കെ. ഇപ്പൊ പൂജയോടാണെങ്കിലും അമലിനോടാണെങ്കിലും അറിയാവുന്ന ആൾക്കാരും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ട് സംസാരിക്കുമല്ലോ, ബോയ് ഓർ ഗേൾ. ഇപ്പൊ പൂജയോട് അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജലസ് തോന്നാറുണ്ടോ? ദേഷ്യം തോന്നാറുണ്ട്? എനിക്കില്ല. അങ്ങനെ ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ? ഇവനോട് അങ്ങനെ ആരും അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. അല്ലാതെ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് ഒക്കെ അയക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. ബോയ്സ് ആണോ? പിന്നെ ഗേൾസും ബോയ്സ് അയച്ചാ ദേഷ്യം വരും. അതെന്താ? അത് രണ്ടും എനിക്ക് കൂടുതൽ മെസ്സേജ് അയക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. അതല്ല, ഈ കാര്യമൊക്കെ എന്റെ പഴയ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ചോദിച്ചു ഓരോന്നൊക്കെ ചോദിച്ചു അതേ ഉള്ള അങ്ങനെ കൊറേ ഞാൻ അപ്പൊ അവര് വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കും, അതേ ഉള്ളു. അപ്പം കൊറേ നേരം കഴിയുമ്പോ എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ നിർത്തിവെക്കാൻ പറയും. ഞാൻ ചോദിച്ചത് ഇപ്പൊ അമ്മലോട് ഇപ്പൊ ഗേൾസ് വന്ന് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ പൂജയോട് ഇപ്പൊ ഏതെങ്കിലും ബോയ് അറിയാവുന്ന ആരെങ്കിലും വന്ന് സംസാരിക്കുകയാണ്, അങ്ങനെ ആകുമ്പോ നിങ്ങൾക്ക് ജലസ് തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
ജലസൊന്നും ഇല്ലില്ല, തോന്നിട്ടില്ല. എനിക്ക് ജലസൊന്നും ഇല്ല. എനിക്ക് തോന്നും. എനിക്ക് തോന്നും. എനിക്ക് തോന്നിട്ടില്ല. ഓക്കെ. കുഞ്ഞിക്കാൽ കാണുന്ന ആഗ്രഹമുണ്ടോ? കുഞ്ഞിക്കാല് ശ്ശേ. ഇല്ല ഇല്ല നെവർ നെവർ. അല്ല ഇപ്പോഴൊന്നും ഇല്ല, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട്. അത് പറഞ്ഞായിരുന്നു. അയ്യേ ഇല്ല ഇല്ല അയ്യേ. ഇല്ല ഇല്ല. ഓക്കെ. പ്ലാനിങ് ഇല്ല നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞ്. ഇനി എത്ര വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ വല്ല പ്ലാനിങ് ഉണ്ടോ? അങ്ങനെ ഒന്നും ഇല്ല. ഞങ്ങള് സംസാരിച്ചിട്ട് പോലും ഇല്ല അതിനെ പറ്റി. എപ്പോഴെങ്കിലും തോന്നും. അപ്പം വേണ്ടെങ്കിൽ വേണ്ട. വേണ്ട. വേണമെങ്കിൽ വേണ്ട. അത്രേ ഉള്ളൂ. രണ്ടുപേരും വീട്ടുകാരെ ചേർത്ത് നിർത്തി ഒരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. രണ്ട് പൂജയുടെ വീട്ടുകാരും അമലിന്റെ വീട്ടുകാരും. രണ്ട് വീട്ടുകാരുണ്ടോ? രണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ ഒരു രണ്ട് വീട്ടുകാരുടെ കാര്യം ചോദിക്കുന്നത്. അതെന്താ ആഗ്രഹം ഇല്ലാത്ത? നടക്കാത്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞു. അല്ല, അങ്ങനെ ഒരു ഇപ്പൊ മിണ്ടി എല്ലാം സെറ്റായി, എന്നാലും ചെറുതായിട്ട് അമ്മനോട് ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. എന്നാലും ട്രിപ്പൊക്കെ പോവാനുള്ള ഒരു മൂഡാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോവോ? ഇല്ല ഇല്ല ഇല്ല. രണ്ട് വീട്ടുകാരെയും കൂടെ കൊണ്ടുപോകത്തില്ല? ഇല്ല. തനിച്ചാണ് കൊണ്ടുപോകും? അതും ഇല്ല. എന്തായാലും ഇവരുടെ വീട്ടുകാരായിട്ടൊരു ട്രിപ്പ് കാണത്തില്ല. ഓക്കെ. ഇനി നിങ്ങള് ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്? ഉണ്ട്. എന്ത് സംസാരിക്കാറ്? എന്ത് സംസാരിക്കാന്ന് പറഞ്ഞാ വീടൊക്കെ വെക്കുന്ന പ്ലാനെ പറ്റി, പിന്നെ പുതിയതായിട്ടൊരു വണ്ടി എടുക്കണം, അങ്ങനത്തെ. നന്നായിട്ടൊന്ന് സെറ്റിലൊക്കെ ആവണം. അതേ ഉള്ളൂ. അല്ല പിന്നെ എനിക്ക് പഠിച്ചെന്നൊക്കെ കാണണ്ടേ, ജോലി കാണാൻ. അതെ, വേണം. ഇവൻ കുറച്ചുകൂടെ കഷ്ടപ്പെടണം എന്നൊക്കെ എന്നെ പറഞ്ഞു കൊടുക്കും. നന്നായിട്ട് ജോലിക്ക് പോകണം, എന്നും ജോലിക്ക് പോകണം. ഓക്കെ. ഇപ്പൊ എക്സിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, എക്സിന്റെ ഇൻസ്റ്റാഗ്രാം ഏതില്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്തിട്ട് സ്റ്റോക്കിംഗ് ചെയ്യാറുണ്ട്? അത് എന്ന് പറഞ്ഞാൽ എടുത്ത് നോക്കാറുണ്ട് നിങ്ങള്? രണ്ടുപേരും ഇല്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പൂജ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്, വാശിയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ കൂടുതലായിട്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു അടി ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടുപേരും രണ്ടുപേരും ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം പറ. ഞാൻ കണ്ണില്ല വാശി പിടിക്കും. റീസൺ എന്താ അങ്ങനെ ഉണ്ടാക്കാൻ? ഒരു കാര്യമില്ല, എന്ത് ചെയ്താലും പ്രശ്നം. എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പണ്ടേ അങ്ങനെ, ഞാൻ എന്റെ വീട്ടിൽ നിന്നപ്പോഴേ അങ്ങനെ. ഞാൻ അങ്ങനെയാണ്, എന്റെ അച്ഛനും അങ്ങനെയാണ്. വിളി വാശി പിടിക്കുമ്പം അതിന്റെ പുറകെ കിടന്നുള്ള പ്രശ്നമുണ്ട്. അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് വാശി പിടിച്ചിരിക്കുമ്പോ ഇവള് പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ലല്ലോ. അപ്പൊ ഞാൻ എന്തേലും കിടന്ന് ഇങ്ങനെ ഓരോന്ന് കാണിക്കും. അഭിനയം എന്നല്ല, എന്നാലും മൈൻഡ് ചെയ്യണമല്ലോ, അതിനു വേണ്ടി. ഓക്കെ. വഴക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് ക്യൂട്ട്നെസ് വാരി വിതറാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്? വഴക്ക് ഒഴിവാക്കാൻ ഞാനില്ല. ഞാൻ ക്യൂട്ട്നെസ് ഒന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പാർട്ട്ണറിന്റെ പേര് മാറി വിളിച്ചിട്ടുണ്ട് വേറെ ആരെങ്കിലും? ഇപ്പൊ അമലിന്റെ പേരല്ല പൂജ ഒരു തവണ വിളിച്ചത്, അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടായിട്ടുണ്ടോ? എന്താ വിളിച്ചിട്ടുള്ളത്? ഞാൻ ഇടയ്ക്ക് എന്റെ പേര് ഇവനെ അറിയാതെ വിളിച്ചു, പൊന്നുവീന്ന്. കഴിഞ്ഞ ദിവസം കൂടെ വിളിച്ചില്ല. അപ്പൊ ഇവന് തിരിച്ച് ചോട്ടുവെന്ന് വിളിച്ച്. അമലിനുണ്ടായിട്ടുണ്ട് അങ്ങനെ? ഞാൻ അമ്മൂന്ന് വിളിച്ചു. പെട്ടെന്ന് അമ്മൂന്ന് വന്ന് പെട്ടെന്ന് അമ്മൂന്ന് കയറി വന്നു വായില്. ആരുമില്ല. അല്ല, പെട്ടെന്ന് അമ്മൂന്നങ്ങ് വിളിച്ചേ, പെട്ടെന്ന്. അത്രേ ഉള്ളൂ, ആരുമില്ല.